ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇനി നിങ്ങൾ 10th പോകുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സയൻസ് സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ടഫ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒരു 5 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിടക്കാച്ച ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ട് നോക്കുക, യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 8th ലും 9th ലും പഠിച്ചതുപോലെ കുറേ ന്യൂമറിക്കൽസോ കാര്യങ്ങളൊന്നും അല്ല. 10th വരുമ്പോൾ നമുക്ക് ഡെഫിനിഷൻസിനും അതുപോലെ തന്നെ ന്യൂമറിക്കൽസിനും സെയിം വെയിറ്റേജ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലപോലെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിക്കുന്ന ഡെഫിനിഷൻസ് കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ആക്കുക. അതുപോലെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു 2-3 ടൈംസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കാതെ ഒന്ന് ഒരു 2-3 പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ബൈ ഹാർട്ട് ചെയ്യാൻ. വെറും ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകരുത്, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ. സോ ഇപ്പോൾ നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കണ്ടന്റ് വ്യത്യാസമായിരിക്കും, പക്ഷേ പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും. അതായത് ന്യൂമറിക്കൽസ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡെഫിനിഷൻസ് വെയിറ്റേജ് കൂടുതലായിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറും ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോകരുത്, നല്ലപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഒരു 2-3 ടൈംസ് എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക, എന്നിട്ട് പിന്നെ എഴുതി പഠിക്കുക, അങ്ങനെയൊക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. അതായത് കോൺസെപ്റ്റ് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ചാപ്റ്റർ നല്ലപോലെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നല്ലപോലെ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ നല്ലപോലെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അവരിപ്പം ഈ ഒരു ടൈമിൽ കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഓണം എക്സാം അടുപ്പിച്ചിട്ടൊക്കെ നമുക്ക് വരും. അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ കയറി നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കുറേ സൈറ്റിലും കാര്യങ്ങളൊക്കെ പുതിയ അവർ തന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ല. ഇപ്പോൾ ന്യൂ സിലബസ് ആയതുകൊണ്ട് അവർ കുറേ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ചില ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നല്ലപോലെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡെയിലി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ മാത്രം എന്ത് ചെയ്യുക, മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽ കിട്ടും. അതായത് ഇങ്ങനെ എഴുതാനൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ ക്വസ്റ്റ്യൻസ് നല്ലപോലെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ശരിക്കും ഇത് ഞാൻ വെറുതെ തള്ളുന്നതല്ല, ഇതെനിക്ക് ഈ ഒരു ടിപ്പ് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ടിപ്പാണ്. കാരണം ഞാൻ ലാസ്റ്റിലോട്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊതുവെ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നല്ലപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനോട് താല്പര്യം വരും. ഏതൊരു ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിനോട് ഇഷ്ടമാവും. സോ ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇതിൽ വെറും ഫിസിക്സിൻ്റെ സ്റ്റഡി ടിപ്സ് മാത്രം പറയാം. നെക്സ്റ്റ് 2-3 വീഡിയോസിലായിട്ട് കെമിസ്ട്രിയും ബയോളജിനെ പറ്റി പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളെ പോലെ തന്നെ 8th എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ് എന്ന് പറയുന്നത്. കാരണം ഞാൻ വെറും ബൈ ഹാർട്ട് ചെയ്തിട്ട് ആണ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായത്. അപ്പോൾ 9th എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് ബൈ ഹാർട്ട് നമ്മൾ പഠിക്കണം, കോൺസെപ്റ്റ് മനസ്സിലാക്കും വേണം, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും വേണം. അതിൻ്റെ ഒരു ഓണം എക്സാമിൻ്റെ മാർക്ക് കൊണ്ടാണ് അത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ടൈമിൽ കുറേ പേര് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ലൈവ് ക്ലാസ്സസ്, മാരത്തോൺസ്, 1 ഷോട്ട്, അങ്ങനെയുള്ള കുറേ ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വെറുതെയെങ്കിലും ടൈം കളയാതെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് നല്ലപോലെ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ അധികം ലൈവ് ക്ലാസ്സും കാര്യങ്ങളും കണ്ട ഒരാളൊന്നുമല്ല. എന്നാലും 9th ലാസ്റ്റാണ് ഞാൻ ഇങ്ങനെ ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. അത് കുറച്ചുകൂടി ഈ ഒരു ഫിസിക്സ്, മാത്സ് അങ്ങനത്തെ സബ്ജക്റ്റൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആരുടെയൊക്കെ ക്ലാസ്സാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു റിവ്യൂ പോലെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഏത് സബ്ജക്റ്റിന് ഏതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഏതാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് ടിപ്സായിട്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുന്നത് ബൈ ഹാർട്ട് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പിന്നെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. അത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ തന്നെ ബയോളജിയും കെമിസ്ട്രിയും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നെക്സ്റ്റ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇനി എന്ത് കോണ്ടന്റിലാണ് നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു.